ഇപ്പോൾ ആരെയാണോ വേണ്ടെന്ന് വെച്ച് വിഷമിച്ചിരിക്കുന്നത്, അതുപോലെ ഞാൻ അവനെ നഷ്ടപ്പെട്ട വേദനയിൽ ജീവിച്ചിരിക്കുകയാണ്. ജെനിഫറാണ്. ഞാൻ കാരണം മനുവിന്റെ ജീവിതം ഇങ്ങനെ ആയെന്ന് കരുതി ഇന്ത്യയിലേക്ക് വന്നു. എന്നാ അവന് നിന്നോടുള്ള സ്നേഹം കണ്ടതിന് ശേഷം നീയും അവനെ വിട്ടുപോയ അവന്റെ സ്ഥിതി എന്താവുമെന്ന് പേടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. മനുവിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ജാനു. എന്നാൽ അവൻ എന്നേക്കാൾ ഇഷ്ടം നിന്നെയാ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നടന്നാലും നമ്മളെ സ്നേഹിച്ച ആൾ നമുക്ക് നഷ്ടമായി പോവുകയാണെങ്കിൽ ജീവിതത്തിന് പിന്നെ എന്തർത്ഥമാവുള്ളേ? എന്തൊക്കെ പറഞ്ഞാലും രണ്ട് മനസ്സുകളെ തമ്മിൽ ഒരുമിപ്പിക്കുന്ന സ്നേഹം പിന്നെ അകന്നു പോകുന്നത് എന്തിനാന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് നിർബന്ധിച്ച പേരൻസിനോടുള്ള ദേഷ്യമൊക്കെ പോയിക്കോളും. ഭർത്താവിനോട് സത്യങ്ങൾ മറച്ചു വെച്ചു എന്നുള്ള കുറ്റബോധവും പതിയെ മാറിക്കോളും. പക്ഷെ നമ്മൾ പ്രേമിച്ചവരോട് നമുക്കുള്ള സ്നേഹം ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല. അങ്ങനത്തെ ഒരു ഭാരം ചുമന്ന് ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ജാനു. അന്ന് നീ തന്നെ അറിയാതെ ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി നീ എനിക്ക് ഫോൺ തന്നു. ഇപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ വേർപെട്ടു പോവാൻ ഞാൻ കാരണമാവരുത്. മനു നല്ലൊരു മനുഷ്യനാ ജാനു. അവൻ്റേത് യഥാർത്ഥ പ്രേമമാണ്. എന്നെ മറക്കാൻ വേണ്ടി മാത്രമാണ് നിന്നോട് അവൻ അടുത്തത്. എങ്കിലും അവൻ നിന്നെ മനസ്സിലാക്കി തന്നെയാണ് സ്നേഹിച്ചത്. ഇപ്പൊ മനുവിന് ഞാൻ വെറും അവന്റെ ഓർമ്മകളിൽ മാത്രമേ കാണുള്ളൂ. പക്ഷെ നിനക്കോ അവന്റെ ഹൃദയത്തിലാണ് സ്ഥാനം. ദയവ് ചെയ്ത് മനുവിന്റെ സ്നേഹം നീ അറിയാതെ പോവരുത്, പ്ലീസ്. സോറി മനു. So make sure to check all your errors before you submit it. And I need a... One second. Okay, sir. Hello? ജാനു, നീ എവിടെയാ? ഞാനിപ്പോൾ കാശിപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഞാൻ ഗുജറാത്തിലേക്ക് പോവാണ്. ഇനി അരമണിക്കൂർ കഴിഞ്ഞാൽ എൻ്റെ ട്രെയിൻ വരും. അതിനു മുൻപായി നിന്നെനിക്ക് ഒരു പ്രാവശ്യം കാണണമെന്നുണ്ട്. ഞാൻ വരാം ജാനു. എന്താ പറഞ്ഞത്? എത്ര പണം ചെലവായാലും കുഴപ്പമില്ല, ഒരു ഈച്ച പോലും എന്റെ മേത്ത് വന്നിരിക്കരുത്. ഈ നാട് മുഴുവൻ ഇപ്പോഴും രുദ്രപ്രതാപന്റെ കയ്യിലാടാ. ചേട്ടാ, അവന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ചേട്ടാ വാടാ. ആ മനു എവിടെയാ? അവൻ ഞാൻ എത്രമാത്രം വിശ്വസിച്ചു, എന്നിട്ട് അവൻ തന്നെ എന്നെ ചതിക്കായിരുന്നല്ലേ. ചേട്ടനെ പറ്റി അവൻ പറഞ്ഞു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവന് ചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇവന് തുടക്കം തൊട്ടേ മനോയെ ഇഷ്ടമല്ല. ഉറപ്പായി ഇവനായിരിക്കും പറഞ്ഞു കൊടുത്തത്. എടാ, നീ എന്താ ഈ പറയുന്നേ? ഇത് നോക്കടാ, ആ മനുവും പോലീസുകാരൻ തമ്മിൽ സംസാരിച്ചത് സത്യമല്ലടാ. പഠിച്ച കള്ളന്മാരാ ഇവര്. ചേട്ടന് മനുവിനെ കുറിച്ച് അറിയാലോ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ അറസ്റ്റ് ചെയ്തതിന് മുമ്പ് അവനെ കൊല്ലുന്നുള്ളത് സത്യ. അവനെ കൊല്ലാൻ ഞാൻ നിങ്ങളെ കൊല്ലും. ചേട്ടാ, ഞാൻ ചെയ്തത് തെറ്റാ, എന്നോട് ക്ഷമിക്ക്. ഒരിക്കലും അവന്റെ ജീവിതം ഞാൻ കാരണമാണ് നശിച്ചത്. ഇപ്പോഴവനൊന്ന് പഴയ മനോ ആവാൻ തുടങ്ങിയത്. ദൈവത്തെ ഓർത്തവനെ വെറുതെ വിട്. അയ്യോ ചേട്ടാ, വേണ്ട ചേട്ടാ, ചേട്ടാ ഒന്ന് പറയട്ടെ. ചേട്ടാ, ചേട്ടാ ഒന്നും ചെയ്യരുത്. ചേട്ടാ വേണ്ട ചേട്ടാ. ചേട്ടാ, ചേട്ടാ പ്ലീസ്. ചേട്ടാ, ചേട്ടാ വേണ്ട ചേട്ടാ.
സുനിലേട്ടാ, നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. എടാ മനു, നന്ദുനെ രുദ്രൻ കൊന്നു കളഞ്ഞടാ. എന്താ നിങ്ങൾ പറയുന്നേ? രുദ്രൻ എന്തിനാ നന്ദുനെ കൊല്ലണം? എടാ മനു, നീ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോ, അല്ലെങ്കിൽ നിന്നെ അവൻ കൊന്നു. ഞാനിതാ വരാണ്, അവിടെ നിൽക്ക്. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്നതിനേക്കാൾ സൂയിസൈഡ് ചെയ്യുന്നതല്ലേ? നന്ദു എന്നോട് മരിക്കാൻ പറഞ്ഞിട്ട് നീ എനിക്ക് വേണ്ടി മരിച്ചല്ലോടാ. മനു, എന്റെ കൈ കൊണ്ട് ചാവാമെന്നതാ നീ? എന്റെ ഫ്രണ്ടിനെ എന്തിനാ കൊന്നത്? അവൻ എന്ത് ചെയ്തിട്ടാ? എന്തിനാണ് കൊന്നത്? എന്തിനാണ് കൊന്നത്? കൊല്ലണവനെ! എത്ര നാൾ ഇവന്റെ വാക്ക് കേട്ട് നിങ്ങളെ കൊല്ലാൻ നടക്കും? അന്ന് ശേഖരനെ, പിന്നെ വിക്രമനെ, ഇന്ന് ഇവനെ. ഇനി നിങ്ങളെ കൊല്ലുന്നല്ലേ പറഞ്ഞേക്കുന്നേ? സ്വന്തം ആൾക്കാരെ കൊന്നു തിന്നുന്ന കഴുകനാ ഇവൻ. ഇനിയെങ്കിലും നിന്നവിടെ മാറാങ്ങോട്. പ്രഭാകർ, കൊല്ലണവനെ! നിന്റെ കാര്യം ആരെങ്കിലും കൊല്ലണവനെ! എന്താ പറ്റി നിങ്ങൾക്കൊക്കെ? ഈ രുദ്രയ്ക്ക് ഒരുത്തന് സഹായം ആവശ്യമില്ലടാ. Yeah,